आपको मिलकर प्रभु आपको आशीष करे। मीटिंग के बाद बहुत सारा बात करेंगे आप। It's always enjoyed to see church families, and it's almost been 14 days since I saw most of you, because last Sunday കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇവിടെ സർവീസ് ഇല്ലായിരുന്നു. പലരും PYCDയിലും പല വേറെ സ്ഥലത്തും പലരും പിന്നെ ബെഡ് സൈഡ് അസംബ്ലിയിലും ഒക്കെ ആയിരുന്നു. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും നമുക്ക് ദൈവം ഇവിടെ കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ പാസ്റ്റർ സാമിനെ ഞാൻ മെസ്സേജിന് വേണ്ടി വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കത്തർമേശയുണ്ട്, ഇംഗ്ലീഷ് സർവീസ്, നമുക്ക് വേൾഡ് വിഷൻ്റെ ടീമും ഉണ്ട്. എല്ലാം നമുക്ക് എല്ലാം നമ്മുടെ ആ സമയത്ത് നമുക്ക് കൊണ്ടുപോകണം. പാസ്റ്റർ സാം, താങ്ക് യു. കർത്താവിൻ്റെ മഹത്വമേറിയ നാമമേ ഈ പകലിൽ വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളോടുകൂടെ ഈ പകൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട്, പ്രത്യേകം ഞങ്ങളുടെ മകൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയ രണ്ടാമത്തെ കുഞ്ഞുമായി കടന്നു വരുവാൻ ദൈവം അവസരം തന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ നന്മകളും ഒക്കെ ഞങ്ങൾക്കും അനുഭവിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടയാക്കി. നിങ്ങളോടുകൂടെ ഈ പകൽക്കാലമായിരിക്കുന്നതിൽ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അധികമായി സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് അനുവദിച്ചാൽ നാളെ ഞാൻ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര പോവുകയാണ്. ഒരാഴ്ച ദുബൈയിൽ മകളോടൊപ്പം താമസിച്ചിട്ട് അവിടെ നിന്ന് കേരളത്തിലേക്ക് പോകും. ഡിസംബർ ഫസ്റ്റ് വീക്ക് ഞാൻ മടങ്ങി വരും. നിങ്ങൾ ഏവരും ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഏവരെയും ഓർത്ത് ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നിങ്ങളെ ഏവരെയും ഓർക്കാറുണ്ട്. ദൈവം എല്ലാ വിധത്തിലും നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പുള്ള ആഴ്ചയിൽ ആ ഭാഗം വായിച്ചെങ്കിലും അതിനെക്കുറിച്ച് വിശദമായി സംസാരിപ്പാൻ സമയം ലഭിച്ചില്ല. ഞാൻ ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ അല്പം വിശദമായി സംസാരിച്ചിട്ട് എഫേസ്യ ലേഖനം നിർത്താനാണ് താല്പര്യപ്പെടുന്നു. അതിനുശേഷം മറ്റ് വിഷയങ്ങൾ എടുക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് 19-ാം വാക്യത്തിൽ ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് അറിയണം. ഞാൻ ഓർപ്പിച്ച ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മൾ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് ഒരു ബോധവാന്മാരായിരിക്കണം. നമുക്ക് ആ ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നിൽ ഒരു പവർ, ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു, അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിൽ ഇരുത്തി അവനെ സകല നാമത്തിന് മീതെ, അത്യന്തം മീതെ അവനെ ഉയർത്തി, എല്ലാ നാമത്തിനും മീതെ അവനെ ഉയർത്തി എന്നാ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ ശക്തി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തി സകല നാമത്തിനും മീതെ അവനെ ഉയർത്തി എങ്കിൽ ഈ ശക്തി വ്യാപരിക്കുന്ന ദൈവമക്കളിലും
ഈ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്യുന്നു? സ്വരം ഉയർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന, ആത്മീക മരണം സംഭവിച്ചിരുന്ന, ആത്മീക മരണം വരിച്ചിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്യുന്നറിയോ? ജീവിപ്പിച്ചു, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2-ന്റെ 7-ാം നമ്മെ സ്വർഗത്തിൽ ഇരുത്തി. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുത്തി അത്യന്തം മീതെ അവനെ ഉയർത്തിയെങ്കിൽ നമ്മെ ആത്മീകമായി മരിച്ചവരായിരുന്ന, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ജീവിപ്പിച്ചു, നമ്മെയും ഉയർപ്പിച്ചു, നമ്മെയും സ്വർഗത്തിൽ ഇരുത്തി. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ ചിന്തിക്കുന്നു നമ്മളെ എന്തോ സ്വർഗത്തിൽ ഇരുത്തിയെന്ന്. സ്വർഗത്തിൽ ഇരുത്തി. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർക്കണം, നമ്മെ ആത്മീകമായി 3 മരണങ്ങളാ വേദപുസ്തകം പറയുന്നത്. 1 ശാരീരിക മരണം, 2 ആത്മീക മരണം, 3 നിത്യമരണം. വിശദീകരിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ഈ 3 മരണങ്ങളെ കുറിച്ച് തിരുവനന്തപുരം പറഞ്ഞു. അപ്പോൾ ആത്മീകമായി മരിച്ചവരായിരുന്ന നമ്മെ, സ്തോത്രം, എന്ത് ചെയ്തു? അവൻ ഉയർപ്പിച്ചു, അവൻ നമ്മെ ജീവിപ്പിച്ചു, നമ്മെ അവൻ ഉയർപ്പിച്ചു. നമ്മെ വായിച്ച വാക്യം കേട്ടല്ലോ, നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ആത്മീക അനുഭവമുള്ള ദൈവമക്കളാ. ഇന്ന് പകൽക്കാലം ഓർത്തണം, ഇവിടെ ആ ഭൂമിയിൽ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ആത്മീക അനുഭവം എന്താ? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുക. ഇന്ന് ആത്മീകമായി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു പറയുന്നെങ്കിൽ ഇനി അക്ഷരികമായി ഒരു ദിവസം സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുന്നവരാണ്. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അതെ, ഞാൻ ഇനി ഒരു ദിവസം എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് സ്വർഗത്തിൽ ഇരിക്കും. ഞാൻ അധ്യായങ്ങളുടെ വിഷയം ഒന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. 2-ാം അധ്യായത്തിൽ അവരുടെ ആരംഭവാക്യത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ആരംഭവാക്യങ്ങൾ ഈ വിഷയമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അടുത്തത് അവരുടെ ശാപാവസ്ഥകളെ കുറിച്ച് പറഞ്ഞിരിക്കുക. 7 ശാപാവസ്ഥകൾ. അത് പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് അവലോകനം ചെയ്യുക ഞാൻ ആ അധ്യായങ്ങളെ കുറിച്ച്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ എന്ന മർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക. ആദ്യ ഭാഗത്ത്, അതായത് ക്രിസ്തുവേശുവിൽ ജാതികളും കൂട്ടവകാശികളും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളതായ ആ ഒരു വിഷയം, സഭ എന്ന മർമ്മത്തെ കുറിച്ചാണ് ആ ആദ്യ വേദഭാഗത്ത് ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭ എന്ന മർമ്മം അത് മുൻകാലങ്ങളിൽ പഴയ നിയമത്തിൽ അത് പ്രവാചകന്മാർക്കോ ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസിനാണ് ഈ മർമ്മം വെളിപ്പെട്ടത്. ജാതികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളായി വാഗ്ദത്തത്തിന് പങ്കാളികളായി തീരണം എന്നുള്ള ആ മർമ്മം പൗലോസിന് വെളിപ്പെട്ടു. സ്തോത്രം. അതാണ് ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം പൗലോസിന്റെ 2-ാമത്തെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതാണ്. 2-ാമത്തെ പ്രാർത്ഥനയാണ് 14 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ ഒരു അതിഗഹനമായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വിഷയം നമ്മൾ ചിന്തിച്ചത് ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശക്തിയോടെ ബലപ്പെടണം. പിന്നെ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്നിവ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കഴിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ നമ്മൾ അറിയണം. എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥനയിലെ ഉള്ളടക്കം.
എഫേസോസിലെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ്: അവരുടെ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിപ്പെടണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നമ്മൾ ഗ്രഹിക്കണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്താൽ നമ്മൾ നിറയണം. എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പറഞ്ഞിട്ട് അടുത്ത അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചു കേട്ടത് എന്നാൽ. അപ്പോൾ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ബലപ്പെട്ടവര്, ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുന്നവര്, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരും എന്തെന്ന് അതേ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുന്നവര്, എല്ലാം നിറവിനോളം നിറഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ എന്ത് ചെയ്യുന്നു? എന്നാൽ ചോദിക്കുന്നതിലും. അപ്പൊ ഈ അനുഭവമുള്ള ഒരു ദൈവത്തിന്റെ പൈതൽ എന്ത് ചെയ്യും? ഒരു ദൈവത്തിന്റെ മകൻ അല്ലെ മകൾ എന്ത് ചോദിക്കുന്നത്, നനയ്ക്കുന്നത് അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ ഈ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടവനാണ് ദൈവത്തോട് ചോദിക്കുന്നതിലും ദൈവത്തോട് നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാനായി എന്നിലും നിങ്ങൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട് എന്റെ ദൈവത്തിന്. എന്ത് അവൻ സകലതും ചെയ്യാൻ കഴിവുള്ളവനാ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ ദൈവത്തിന്റെ കഴിവിന് പരിമിതിയില്ല. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ കഴിയുന്ന ദൈവത്തിന്റെ കഴിവിന് പരിമിതിയില്ല. സ്തോത്രം. ചോദിക്കുന്നത് ചെയ്യാൻ കഴിവുള്ളവനാ, നനയ്ക്കുന്നത് ചെയ്യാൻ കഴിവുള്ളവനാ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ദൈവത്തോട് ചോദിച്ചത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നനച്ചത് ദൈവം നിങ്ങൾക്ക് തന്നു. അല്ലയോ? നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നിങ്ങൾക്ക് നന്മകൾ നൽകി നിങ്ങളെ ഭൗമികമായി അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. അനവധി ദൈവമക്കളിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. നീ ഹൃദയത്തിൽ നനച്ചത് ദൈവം നിനക്ക് തന്നു. നീ ദൈവത്തോട് ചോദിച്ചത് ദൈവം നിനക്ക് തന്നെങ്കിൽ ഇന്ന് പകൽ നീ നന്ദി കെട്ടവളായിട്ടോ നന്ദി കെട്ടവനായിട്ടോ ഇരിക്കരുത്. അതിലുപരിയായി ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കാൻ കടപ്പെട്ടവരാണ് നാം. നീ ചോദിച്ചത്, നീ ഒരു ചെറിയ വീടിന് വേണ്ടി ചോദിച്ചു, നിനക്ക് വലിയ വീട് തന്നു. ഒരു ചെറിയ വാഹനത്തിന് വേണ്ടി ചോദിച്ചു, വലിയ വാഹനം നിനക്ക് തന്നു. അങ്ങനെ തലമുറകളെ ദൈവം നൽകി. അങ്ങനെ അനവധി അനവധി നന്മകൾ അനുഭവിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള എത്രയോ വിഷയങ്ങൾക്കാണ് ദൈവം മറുപടി തന്നത്. എനിക്ക് പറയാൻ കഴിയും, ദൈവം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങളെ നടത്തി. സ്തോത്രം. ചില സമയങ്ങളിൽ ഹൃദയങ്ങളിൽ നനയ്ക്കുന്നത്, ആരോടും പറയാതെ ഹൃദയത്തിൽ നനയ്ക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ ദൈവം അതിന് മറുപടി തന്നിട്ടുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ആ ശക്തി വ്യാപരിക്കുന്ന അതേ അവന് പൗലോസ് അവസാന ഭാഗത്ത് പറയുന്നു എന്ത് ചെയ്യുന്നു? സ്തോത്രം. അത് അവർക്ക് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന
സ്തുതിയോടുകൂടെയാണ് ഈ 3-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് മഹത്വം കരേറ്റുക. ഇന്ന് പകൽക്കാലവും നമ്മൾ ദൈവത്തിൽ വന്നിരിക്കുന്നത് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാനാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം പൗലോസിനോടൊപ്പം സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞ് അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ദൈവമേ, ഈ ഒരു വർഷത്തിന്റെ ഇന്നേ ദിവസം വരെയും എന്നെയും നിങ്ങളെയും കരുതിയ, അനവധി നന്മകൾ നൽകിയ, നീ ചോദിച്ചതിനുപരിയായി നിന്റെ തലമുറകളെ ഹല്ലേലൂയ മാനിച്ച ദൈവമാണെങ്കിൽ, അനുഗ്രഹം നൽകിയ ദൈവമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറയണം. സ്തോത്രം. ആ ശക്തി വ്യാപരിക്കുന്ന ഓരോ ദൈവന്റെ ജീവിതത്തിലും ഈ ശക്തി വ്യാപരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അതേ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതി. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കണം. ഇന്ന് പലരിലും വ്യാപരിക്കുന്ന അത് ഈ ഡിനോമിനേഷൻ സ്പിരിറ്റാ അല്ലേ. പലരും അവർക്ക് വലിയ സ്പിരിറ്റാ എന്ന് പറഞ്ഞാൽ ഏത് ഡിനോമിനേഷൻ നിൽക്കുന്നേ അതിനോടുള്ള വലിയ സ്പിരിറ്റ് പലർക്കും ഉണ്ട്. ഞാനൊരു IPC കാരനാണെങ്കിലും എനിക്ക് അങ്ങനൊരു സ്പിരിറ്റ് ഇല്ല. ഞാൻ എല്ലാ ദൈവദാസന്മാരെയും, ജീവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സ്നേഹിക്കുന്നു, ദൈവമക്കളെ സ്നേഹിക്കുന്നു. ഞാൻ എല്ലാ അതേ മീറ്റിങ്ങുകൾക്കും AGയുടെ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ പോകും, അതേ ചർച്ചക്കോട്ടിൻ്റെ പോകും, ഷാരോൻ്റെ പോകും, ന്യൂ ഇന്ത്യയുടെ പോകും. ഇങ്ങനെ വേർപെട്ട ഏതെല്ലാം ദൈവമക്കളുണ്ടോ ആ സഭകളുടെ എല്ലാ യോഗങ്ങളിലും പോയി സംബന്ധിക്കുന്ന ഒരു വ്യക്തി എനിക്ക്. സ്തോത്രം. എന്നിൽ വ്യാപരിക്കുന്ന ഹോളി സ്പിരിറ്റാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ അത് ഡിനോമിനേഷൻ സ്പിരിറ്റ് അല്ല വ്യാപരിക്കേണ്ടത്, എന്നിലും നിങ്ങളും വ്യാപരിക്കേണ്ടത് ഹോളി സ്പിരിറ്റാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എന്നിലും നിങ്ങൾ വ്യാപരിക്കേണ്ടത്. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള, വേർപെട്ട ദൈവമക്കളെ ഒരുപോലെ സ്നേഹിക്കാനുള്ള, ഒരുമിച്ച് ഒരുപോലെ കാണാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. ഈ സ്പിരിറ്റ് കൊണ്ടൊക്കെ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ചിന്തിക്കും, അയ്യോ ചിലർക്ക് എന്തോ ഒരു സഭാ സ്പിരിറ്റാന്നറിയോ. ഒരിക്കൽ ഞാൻ ഓർക്കുക, ചില വർഷങ്ങൾക്ക് മുമ്പ് 2 അച്ചായന്മാരും ഭയങ്കര വഴക്കുണ്ടായി. അവരുമുള്ള വലിയ വിഷയത്തിൽ സഭയും ദൈവദാസനെല്ലാം കൂടെ വിഷയം പരിഹരിക്കാനായിട്ട് ചെന്നു. അപ്പോൾ പറഞ്ഞിട്ടൊന്നും അവരാ കാര്യത്തിൽ രണ്ടുപേരും കൊണ്ട് യോജിക്കാൻ മനസ്സില്ല. അപ്പോൾ എന്നോട് ഒരച്ചായൻ പറഞ്ഞ കാര്യം, അത് സർ ഞാൻ ചോദിച്ച അച്ഛാ എങ്ങോട്ട്? ഒരു സ്വർഗത്തിലോട്ടല്ലേ നമ്മൾ പോകുന്നത് സർ? ഞാൻ പറഞ്ഞല്ല, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. ശമൂവേലച്ചൻ പോകുന്നിടത്തോട്ട് ഞാൻ പോകത്തില്ല, ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം ഓർത്തോണം സ്ഥലം, ഞാനും നിങ്ങളും ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. സ്ഥലം ആ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെല്ലാം ഒരു ദൈവമക്കളാണെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഈ ഭൂമിയിലും സ്തോത്രം അതേ നമ്മളിൽ വ്യാപരിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആ ശക്തി നമ്മൾ വ്യാപരിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ അത് നമുക്ക് വിടുതലായി മാറും. സ്തോത്രം. എവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏത് സഭയിൽ വ്യാപരിക്കുന്നുണ്ടോ ആ സഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, അവിടെയാ രോഗികൾ സൗഖ്യമാകുന്നത്. സ്വന്തം അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്വന്തം ഞാൻ ഒരു വിഷയത്തിലേക്ക് വരുന്നില്ല, ഒരു കാര്യം ഓർപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല കേട്ടോ. നമുക്ക് മനുഷ്യന്റെ മുമ്പിൽ വേഷം കെട്ടാൻ കഴിയും. സ്വന്തം എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ ആർക്കും വേഷം കെട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഓർക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നു? എന്റെ മുമ്പിലോ
ജസ്റ്റിംബാസ് മുമ്പിൽ ഒരു പക്ഷേ വേഷം കെട്ടി അതെ ഞാൻ വിശുദ്ധനാണ് വിശുദ്ധമതിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റും. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ജനത്തെ വിവേചിക്കുന്നവനാണ്, അവൻ ഹൃദയങ്ങളെ ആരായുന്നവനാണ്, അവൻ ഉൽപ്പകളെയും ചിന്തകളെയും ആരായാൻ കഴിവുള്ളവനാണ്. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സ്തോത്രം. ഒരു വിഷയം ഞാൻ ഓർപ്പിക്കാം. ഈ ശലോമോന്റെ കാലശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിൽ യെരോബെയാം ഇസ്രായേലിന്റെ രാജാവായി. യെരോബെയാം അത് രംഗത്ത് വന്നു, രാജാവായി തീർന്നു. യെരോബെയാമിനോട് അത് ഒരു പ്രവാചകൻ, അഹിയാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അവൻ രാജാവായി തീർന്നു. ഈ യെരോബെയാം രാജാവായ ശേഷം ഒരു വിഷയം നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ മകൻ ദീനമായി കിടന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ വിഷയമാണ്. യെരോബെയാമിൻ്റെ മകന് ദീനം പിടിച്ച് കിടക്കുമ്പോൾ ഈ യെരോബെയാം രാജാവ് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, വേഷം മാറി. നേരത്തെ ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന ഭാര്യ ഇപ്പം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട ഇപ്പൊ പ്രവാചകനെ കാരണം അറിയരുത്. സ്തോത്രം. ആളറിയരുത്, വേഷം മാറി. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ പറയാം, പ്രവാചകന്റെ മുമ്പിൽ വരുമ്പോൾ നീ ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാലും സ്തോത്രം ഓർത്തോണം, നിന്നെ നന്നായി അറിയാവുന്ന ഒരു പ്രവാചകന്റെ മുമ്പിലാ നീ വരുന്നത്. മാന്യമായ വസ്ത്രം വേണം ദൈവസന്നിധി വരുമ്പോൾ ദൈവമക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ധരിക്കേണ്ടത്. സ്തോത്രം. അത്രയും മാത്രം ഞാൻ പറയുന്നു. സ്തോത്രം. ഒരു അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു, ആ അച്ഛൻ അവരുടെ പള്ളിയിൽ ലെഗിൻസ് ഇട്ടുകൊണ്ട് അവിടെ ആരാധനയ്ക്ക് വരുന്നു വിലക്കിയിരിക്കുക പെൺകുഞ്ഞുങ്ങളെയൊക്കെ. മാന്യമായ വസ്ത്രം ധരിക്കണം അച്ഛൻ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു. നമ്മുടെ സഭകളിലും നോക്കണം മാന്യമായ ആരാധനയ്ക്ക്. അല്ലാത്തപ്പോൾ നിങ്ങളെങ്ങനെ പോയി? ആരാധനയ്ക്ക് വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഓർപ്പിക്കട്ടെ. അപ്പോൾ അബിയാം ദീനമായി കിടക്കുന്നത് സമയത്ത് അത് യെരോബെയാം പറഞ്ഞു, നീ ഒന്ന് വേഷം മാറി എന്തെന്നറിയോ, ആ ശീലോവിൽ അഹിയാ പ്രവാചകന്റെ അടുക്കലൊന്ന് ചെന്നേ, ഈ മകന്റെ വിഷയം എന്താകുമെന്നൊന്ന് അറിയാനായിട്ട്. അപ്പോൾ വേഷമൊക്കെ കെട്ടി, അതേ ആരും അറിയാതെ വണ്ണം, നിങ്ങൾ വായിച്ചു നോക്കണം, ആരും അറിയാതെ വണ്ണം ഇവളെന്ത് ചെയ്യുന്നറിയാം സ്ഥലം, അവള് അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എല്ലാം എടുത്തുകൊണ്ട്, ഒരു സാധാരണ രാജാവ് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയല്ല സമ്മാനം. രാജാവ് മാന്യമായ നിലയിലുള്ള സമ്മാനം കൊണ്ടുപോകേണ്ട പ്രവാചകനെ കാണാൻ പോകുമ്പോൾ. പക്ഷെ ഇതൊരു സാധാരണക്കാരൻ്റെ അതേ സമ്മാനമായിട്ടാണ് ഈ 10 അടകളും അപ്പവും തേനും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് സാധാരണക്കാരൻ കൊണ്ടുപോകുന്നതാണ് സ്ഥലം. അപ്പം സാധാരണക്കാരൻ്റെ സമ്മാനവും വാങ്ങിച്ചുകൊണ്ട് ഈ യെരോബെയാമിൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്ന സ്ഥലവും ശീലോവിലേക്ക് പോവുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അഹിയാ പ്രവാചകനോടൊരു കാര്യം പറഞ്ഞു. സ്ഥലം ഇവള് വേഷം മാറി ആരും അറിയരുതെന്നുള്ള നിലയിലാ ഇവൾ അഹിയാ പ്രവാചകന്റെ അടുക്കൽ പോകുന്നത്. അഹിയാ പ്രവാചകൻ വൃദ്ധനായി കണ്ണ് കാണാതിരിക്കുക. അപ്പൊ ഇവള് വിചാരിച്ചത് ഈ കണ്ണ് കാണാത്ത പ്രവാചകന് ഒന്നും അറിയത്തില്ലെന്നാ, ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു. ഓർത്തണം. പറയട്ടെ, അഹിയാ പ്രവാചകന്റെ കണ്ണ് അതേ മങ്ങിയിരുന്നാലും അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും അവന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, അതിന്റെ കണ്ണ് മങ്ങത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? അത് അഹിയാ പ്രവാചകന്റെ കണ്ണു മങ്ങിയാലും കാഴ്ച പോയാലും അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് കണ്ണിനെ തടയാനോ അത് ആർക്കും പറ്റത്തില്ല. സ്തോത്രം. ഇങ്ങനെ അഹിയാ പ്രവാചകന്റെ ഒരിക്കൽ അത് ഇവൾ ചെല്ലുമ്പോൾ പടിവാതിക്കൽ എത്തിയപ്പോഴേ അഹിയാ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അല്ലയോ പ്രവാചക, യെരോബെയാമിന്റെ ഭാര്യ ഒരു അന്യ സ്ത്രീയുടെ ഭാവം നടിച്ച് നിന്റെ അടുക്കൽ വരുന്നുണ്ട്.
അന്യ സ്ത്രീയുടെ ഭാവം നടിച്ച് അതേ സ്ഥലം ആ പ്രവാചകനടുക്ക് വരുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളുടെ ആശയം പറയാം. സ്തോത്രം. എത്ര നമ്മൾ വേഷം മാറി വന്നാലും ഏത് ചിന്തയോടെ വന്നാലും ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് നമുക്ക് പോകാൻ സാധ്യമല്ല. അവൻ്റെ ആത്മാവ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. എത്രയോ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തയും നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നന്നായി അറിയുന്ന ഒരു പ്രവാചകനാണ് നമ്മുടെ ദൈവമെങ്കിൽ ഈ പകൽക്കാലം അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനെയാണ് നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത്. സ്തോത്രം. ഇവൾ വാതൊക്കെ വന്നപ്പോഴേ പ്രവാചകനോട് ദൈവം പറഞ്ഞു, അതേ ഇവൾ വരുന്നുണ്ട്, വേഷം മാറി വരുന്നുണ്ട്. വിളിച്ചു. അന്യ സ്ത്രീയുടെ ഭാവം നടിക്കുന്ന യെരോബെയാമിന്റെ ഭാര്യയെ അകത്തു വരിക. ഇവൾ അന്നേരം അപ്സെറ്റ് ആയിപ്പോയി. ഇവള് വിചാരിച്ചു വേഷം മാറി വരുന്നോണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത പ്രവാചകനെ ഒന്ന് കളിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. അല്ലേ യെരോബെയാമിന്റെ ഭാര്യയെ നീ പ്രവാചകനെ കളിപ്പിച്ചിട്ട് പോകാനാ വിചാരിച്ച വന്നതെങ്കിലും നീ പടിവാതിൽ വന്നപ്പോൾ നീ ആരാണെന്നുള്ളത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. അന്യസ്ത്രീയുടെ ഭാവം നടിക്കുന്ന യെരോബെയാമിന്റെ ഭാര്യയെ അകത്തു വരിക. നിന്നോട് ഒരു കഠിന വർത്തമാനം പറയാനുള്ള നിയോഗം എനിക്കുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിവരിച്ചു പറയുക. അവിടെ മകനെ കുറിച്ചുള്ള ഭാവി അറിയാൻ വന്നതാ. പക്ഷെ പറഞ്ഞു, സ്തോത്രം, അവൻ മരിച്ചു പോകും. സ്തോത്രം. അവന്റെ രാജ്യത്തിന് വരാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് പ്രവാചകൻ വെളിപ്പെടുത്തി. ഞാനൊരു കാര്യം ഓർപ്പിച്ചത്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങള് നന്നായി അറിയുന്നവനാണ്. ആ ആത്മാവിന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ പരമാർത്ഥ ഹൃദയത്തോട് വിശുദ്ധ ഹൃദയത്തോട് ദൈവത്തിലേക്ക് കടന്നു വന്നാൽ നമ്മോടുള്ള ആലോചനകൾ അറിയിക്കുവാൻ, നമ്മോട് സംസാരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ പകൽക്കാലം ദൈവമക്കൾ മറന്നുപോകരുത്. സ്തോത്രം. ഈ പ്രവാചകന്മാരുടെ മുമ്പിൽ പോയി നമ്മളൊക്കെ ഇങ്ങനെ ആലോചനയൊക്കെ ഈ ഭാവി പറയുന്ന ലോകത്തിൻ്റെ ഈ എന്താ ചീട്ട് അല്ലേ, സത്തമ്മയുടെ മുമ്പിൽ ചീട്ടിട്ട് കൂടുന്ന നാട്ടിലൊക്കെ ഒരു രീതി ഉണ്ടല്ലോ. ഒന്ന് ഭാവി പറഞ്ഞാൽ പറഞ്ഞു ഭാവി ഫലം പറയാൻ നോക്കി. ഇതുപോലെ നമ്മൾ കാത്തിരിക്കണ്ട. ദൈവത്തിന് നമ്മോടുണ്ടെങ്കിൽ ആ ആലോചന ദൈവം നമ്മെ അറിയിക്കും. വചനത്തിൽ കൂടെ നമ്മെ അറിയിക്കും. നല്ല പ്രവചനം ഇന്നുമുണ്ട്. ശരിയായി ദൈവത്തിൻ്റെ ആത്മാവും അതേ ആലോചന കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. അല്ലാത്തവരുണ്ട്. ഞങ്ങളുടെയൊക്കെ ആ ഏരിയയിൽ കുറെ കാലം മുമ്പ് ഒരു പ്രവാചകൻ വന്നു. ഈ എന്തോ ഒരു പിടിച്ചു പറയായിരുന്നു അറിയാം ഇടയ്ക്ക് ആ പ്രവാചകനെ. എല്ലാ വീടുകളിലും എല്ലായിടും വിളിച്ച് ഭയങ്കര വലിയ വലിയ നേതൃസ്ഥാനം നിൽക്കുന്നവരെ പാസന്മാരൊക്കെ പോയിരുന്നു കേൾക്കാൻ പോയിട്ടുണ്ട്. അവസാനം ഈ പ്രവാചകന്റെ കള്ളത്തരം പിടിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പ്രവാചകൻ ഓരോ സഭയിൽ ചെന്നിട്ട് മറിയാമ്മ പേര് വിളിക്കും. ഇന്ന വീട്ടിൽ, കുഞ്ഞുവിളയിൽ വീട്ടിൽ മറിയാമ്മ, ഇത്ര വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്, പിന്നെ വീട്ടുപേര്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിശേഷിച്ച് പറയുമ്പോൾ ഒന്നും അറിയാത്ത ഇരിക്കുന്നവർ വിചാരിച്ചോടോ ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയെന്നാ അവർ വിചാരിക്കുന്നത്. അങ്ങനെ ഈ പ്രവാചനെ കുറിച്ച് എല്ലാവരും കേട്ട് ഭയങ്കര അവസാനം വന്നപ്പോൾ എന്തുവാ, ഓരോ ചർച്ചുകളിൽ ചെന്ന് അവരുടെ ഓഫീസിൽ കയറി ആ രജിസ്റ്റർ ബുക്ക് പേജ് പറിച്ചെടുത്ത് അത് ഓരോരുത്തരെ കുറിച്ചുള്ള പറയുക. പിടിച്ചു. ബ്രീഫ് കേസിനകത്ത് അനേക ചർച്ചുകളുടെ രജിസ്റ്റർ പുള്ളിയുടെ കയ്യിൽ പറിച്ചെടുത്തതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു വേല. നോക്കണം, എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിലല്ല പറയുന്നത്. പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു നോക്കാം, ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവചനങ്ങളുണ്ട്. അത് നമുക്കറിയാം. സ്തോത്രം. നമ്മളെ പഴയകാലത്തെ കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ അവസ്ഥകളും ഭാവി കാര്യങ്ങളും പറയുന്ന യഥാർത്ഥ പ്രവചനം. സ്തോത്രം. ഒക്കണം. അങ്ങനെയുള്ള പ്രവചനങ്ങൾ നമ്മൾ ഒരിക്കലും പൗലോസ് പറഞ്ഞു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കീൻ. സ്തോത്രം. അതുകൊണ്ട് പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നും അങ്ങനെയുള്ള ദൈവദാസന്മാർ കൂടെ പ്രവചനം അറിയിക്കുന്നുണ്ട്, ദൈവമക്കളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫലവും വേണം. വരവുമുണ്ട്, ഫലവുമുണ്ട്. വരമില്ലാതെ അല്ലെങ്കിൽ ഫലമില്ലാതെ വരമില്ല. ഓർത്തോണം. വരം പ്രവചനമുണ്ട്,
പക്ഷെ ജീവിതമില്ലാത്ത പ്രവാചകന്റെ പ്രവചനവും നമുക്ക് വില കൊടുക്കാൻ പറ്റത്തില്ല. അത് നമ്മളെല്ലാം വിലയിരുത്തുക. ഞാൻ പറഞ്ഞ ദിവസം അപ്പൊ അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യങ്ങളും ഇല്ല ഞാൻ പറഞ്ഞു വന്ന ദിവസം. അപ്പൊ യെരോബെയാമിന്റെ ഭാര്യയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാവി കാര്യങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളെയും ഇന്നത്തെ നമ്മുടെ അവസ്ഥകളെയും കടന്നു പോകുന്ന അവസ്ഥകളെയും ശരിക്കും വിവേചിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദിവസങ്ങൾ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ ആത്മാവിനെ അത് വിവേചിപ്പാൻ കഴിയും. എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ഒരിക്കലും മറഞ്ഞിരിക്കുന്ന വ്യക്തിയല്ല. അവന്റെ മുമ്പിൽ ഒരിക്കലും ഒളിച്ചിരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ വരുമ്പോൾ തീർച്ചയായും ദൈവം നമ്മോട് ഇടപെടും. അന്ന് നമ്മുടെ ജീവിതത്തിൽ ബലപ്പെട്ടു പോകുവാനിടയായി തീരും. ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി. ഹാഗാർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അബ്രഹാം ഇത്രയും വർഷം സേവ ചെയ്ത ഹാഗാറിന് എന്ത് ചെയ്യുന്നു? ഒരു തുരുത്തിയിലെ വെള്ളവും അപ്പവും കൊടുത്താണ് വിട്ടത്. അതവക്ക് മതിയായി ഇരുന്നില്ല. ആ മരുഭൂമിയിൽ കൂടെ അവള് യാത്ര ചെയ്ത് അവിടെ സ്വന്തം ദേശത്തേക്ക് മിസ്രൈമിലേക്ക് പോകാനായി ഇറങ്ങി തിരിച്ചിരിക്കുക. അബ്രഹാമും വിചാരിച്ചത് ഇവക്ക് വഴി അറിയാമതി അലയത്തില്ല, പെട്ടെന്ന് എത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അവിടെ മനസ്സിന്റെ വിഷമം തൊട്ട് ബാലനുമായിട്ടുള്ള അത് ആ പോക്കിൽ അവിടെ മനോവിഷമം നിമിത്തം എന്ത് ചെയ്യുന്നു? അവിടെ വഴി തെറ്റിപ്പോയി. മരുഭൂമിയിൽ അവൾ എന്ത് ചെയ്യുന്നു? അലഞ്ഞു എന്നാ വായിക്കുന്നല്ലേ? വഴിതെറ്റി അത് അലഞ്ഞു എന്നാ വായിക്കുന്ന സ്ഥലം. അവിടെ വിഷമം നിമിത്തം മനോവേദന നിമിത്തം അവൾ എന്ത് അറിയാവുന്ന വഴി പോലും തെറ്റി അവൾ എന്ത് ചെയ്യുന്നു? ആ മരുഭൂമി ഉഴന്നു വലഞ്ഞു. കയ്യിലുണ്ടായിരുന്ന അതേസരം തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അതേസരം ബാലൻ എന്ന് പറയുമ്പോൾ ഏകദേശം 19 വയസ്സുണ്ട്. അത് ഇസ്മായിലിനെ. അപ്പോൾ ആ ബാലനെ എന്ത് ചെയ്യുന്നു? അൻപിൻപാട് ദൂരത്തിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? എനിക്ക് ബാലന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ ബാലന്റെ നിലവിളിയും ഹാഗാറിന്റെ നിലവിളിയും ദൈവം കേട്ടു. ഇന്ന് പകക്കാൻ ദൈവമക്കളോട് ഞാൻ ദൂത് പറയട്ടെ. അത് ഇതുപോലെ അതേ മകന്റെ വിഷയത്തിന് വേണ്ടി മകളുടെ വിഷയത്തിന് വേണ്ടി നീ നിലവിളിച്ച സന്ദർഭങ്ങളുണ്ട്. നീ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു. കർത്താവേ, എനിക്ക് ഈ ബാലന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചതുപോലെ അതേ വിഷയങ്ങളുടെ മുമ്പിൽ നിലവിളിച്ച ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പറയുന്നു. തലമുറയുടെ ചില വിഷയങ്ങൾ ഓർത്ത് വളരെയധികം കരഞ്ഞ ചില മാതാക്കൾ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. കർത്താവേ, എൻ്റെ ബാലന്റെ ഭാവി എന്തായി തീരും? ഈ മരുഭൂമിയിൽ ഇവൻ പട്ടുപോകുമോ? ഇവൻ ഇവിടെ അവസാനിക്കുമോ? ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ അതേ വിഷമിക്കുന്നു. അത് എന്നതുപോലെ അതേ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഇവരെ എങ്ങനെ വളർത്തും, ഇവർക്ക് എന്തു കൊടുക്കും, ഇവരെ എങ്ങനെ കരുതും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ചില മാതാപിതാക്കൾ ഇതിന്റെ നടുവിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ കരഞ്ഞ സമയത്ത് നിങ്ങളുടെ നിലവിളി ദൈവം കേട്ടു. നിങ്ങളുടെ കുഞ്ഞിന്റെ കരച്ച് ദൈവം കേട്ടു. അതെ, നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നിങ്ങളെ അത് യജമാനനായ അബ്രഹാം കൊടുത്തു തീർന്നപ്പോൾ അതുപോലെ ഈ ഭൂമിയിലെ അതേ ഉടമസ്ഥർ തരുന്നതൊക്കെ തീർന്നു പോകുമ്പോൾ, മാതാപിതാക്കളുടെ കരുതൽ തീർന്നു പോകുമ്പോൾ, പലരുടെയും കരുതൽ തീർന്നു പോകുമ്പോൾ അപ്പുറത്ത് നിനക്ക് വേണ്ടി മുന്നമേ ഒരു ഉറവ തുറന്നിട്ടുണ്ട്. അതേ സ്തോത്രം. ഹാഗാറേ, അത് നിനക്ക് വേണ്ടി നേരത്തെ തുറന്നതാ, പക്ഷെ നിനക്കത് കാണാൻ കഴിയാതെ പോയി. എന്നാൽ നിന്റെ കണ്ണ് തുറന്നപ്പോഴാണ് നീ ആ ഉറവ കാണാൻ പറ്റിയത്. ഇന്ന് പകൽ ഓർത്താണ്, നിനക്ക് വേണ്ടി നേരത്തെ ദൈവം കരുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിട്ടുണ്ട്. അന്നേരം തുറന്നതല്ല, നേരത്തെ ദൈവം തുറന്നതാ. പക്ഷെ നിന്റെ കണ്ണ് അതിനെ അടച്ചിരുന്നു, അത് കാണാൻ കഴിയാതിരുന്നു. എന്നാൽ നിനക്ക് വേണ്ടി ദൈവം കണ്ണു തുറന്നപ്പോൾ ആ കരുതൽ കാണാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ കരുതൽ അറിഞ്ഞ അനേക ദൈവമക്കളിന്റെ ഇടയിരിപ്പുണ്ട്. ഇത് കാലം സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച അതെ നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുമെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന്, അവർക്ക് കൊടുക്കാൻ വകയില്ലെന്ന് നിങ്ങൾ പറഞ്ഞ സമയങ്ങളുണ്ട്. ദൈവത്തിലെ കരഞ്ഞ നിമിഷങ്ങളുണ്ട്. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി ഇന്ന് വരെ
നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതൽ ദൈവത്തെ എത്ര വളരെ വലുതാണ്. ഹാഗാറേ, അതെ, നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നിട്ടുണ്ട്. നീ ഒരു തുരുത്തിലെ വെള്ളമാണ് അത് ആഗ്രഹിച്ചതെങ്കിൽ നിനക്ക് വേണ്ടി ഒരു നീരുറവയെ ദൈവം തുറന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിന്റെ കരുതൽ എത്ര വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ 1.25 വർഷത്തിന് മുമ്പ് നാട്ടിൽ ചെന്നപ്പം ഒരച്ചായൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് അവിടെ ജോലിയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. സഭയുണ്ടോ? ഇല്ല, അന്ന് സഭയൊന്നുമില്ല. സൈപ്പയിൽ ഞങ്ങൾ പോവുക. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, ദൈവം നടത്തുന്നു. ആദ്യം അങ്ങനെ പറഞ്ഞു, ദൈവം നടത്തുന്നു, കുഴപ്പമില്ല, ദൈവം നടത്തുന്നു. പറഞ്ഞു, മക്കളൊക്കെ ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ ചോദിച്ച സ്ഥാനത്ത് ദൈവം എനിക്ക് വേണ്ടിയും കരുതി. ഇവിടെ വരുവാൻ ശുശ്രൂഷ 1 വർഷമായി. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വരുവാനിടയായി. നിങ്ങളുടെ മധ്യ 1 വർഷമായി അതേ കടന്നു വന്ന് ദൈവജനം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ 1 വർഷം 1 ദിവസം പോലും ഞങ്ങൾക്ക് തന്ന ഡേറ്റുകൾ മുടങ്ങിപ്പോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കുന്നതും എനിക്ക് സന്തോഷകരമാണ്. പലരും ചോദിക്കും, എങ്ങനെയുണ്ട് സൈഡിൽ പോയിട്ടെന്ന് ചോദിക്കുമ്പോൾ പറയും, അവിടെയുള്ള ദൈവമക്കൾ ദൈവദിനം നന്നായി അതേ ഗ്രഹിക്കുന്നവരും അവർ പഠിക്കാൻ താല്പര്യമുള്ളവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നവരാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. സ്ഥലം എനിക്ക് സന്തോഷമാണ്. ഇതുവരെ നിങ്ങളുടെ മധ്യ വന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരം തന്നു. ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കരുതിയ ദൈവത്തിൻ്റെ കരുതൽ എത്ര വളരെ വലുതാണ്. ഞാനതോർത്ത് പലപ്പോഴും കരയാറുണ്ട്. സ്തോത്രം. എൻ്റെ ദൈവസ്നേഹം നന്ദിയോടെ ഞാൻ കരയാറുണ്ട്. സ്നേഹം കൊണ്ട് ഞാൻ കരയാറുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാ. നമ്മുടെ മാതാപിതാക്കൾ കരുതുന്നതിനേക്കാൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കരുതുന്നതിനേക്കാൾ, നമ്മുടെ ലോകത്തെ നമ്മുടെ സഹോദരങ്ങളെ കരുതുന്നതിനേക്കാൾ, മറ്റുള്ളവർ നമ്മെ കരുതുന്നതിനേക്കാൾ എന്നെ നിങ്ങളെയും കരുതുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ കരുതൽ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അത് ഈ ദിവസങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. മാതാവേ, പിതാവേ, എന്നെ നിങ്ങളെയും കരുതുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. സ്തോത്രം. മാതാപിതാക്കൾ ഒരുപക്ഷെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മളെയൊക്കെ വിട്ടെന്ന് പറഞ്ഞാലും എന്നാൽ ഒരു നാളും കൈവിടാത്ത ഒരു നല്ല പിതാവ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തെ സ്നേഹിക്കുന്നവരൊക്കെ കൈവിട്ടെന്ന് വരാം, എന്നാൽ കൈവിടാത്ത ഒരു നല്ല അപ്പച്ചൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും? സ്തോത്രം. ഒരുപക്ഷെ ലോകത്ത് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ കൈവിട്ടാലും നമുക്കറിയാം എത്രയോ മാതാപിതാക്കൾ വളർത്തിയ മക്കൾ അവരെയൊക്കെ വേണ്ട എന്ന് വെച്ച് അതേ കൈവിട്ട് വൃദ്ധസദനങ്ങളിലും അങ്ങനെയുള്ളതായ പല സ്ഥലങ്ങളിലും താമസിക്കുന്നവരെ കുറിച്ച് കേൾക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പലരും കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവത്തിലെ അവൻ നിന്റെ മരണം വരെയും മാത്രമല്ല നിത്യത വരെയും നിന്നെ അതേ സഹായിക്കുന്ന നിന്നോട് കൂടെയുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഓർത്തും ദൈവത്തെ സ്തുതിച്ച് ഈ ലോകത്തിൽ കാണുന്ന അതേ പറയുന്ന വാഗ്ദാനങ്ങൾ അതേ കാണുന്നവരൊക്കെ മാറിപ്പോയാലും എൻ്റെ കർത്താവ് മാറുന്നവനല്ല. യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാബാന്റെ മുഖം ഒരിക്കൽ അതേ അവന്റെ നേരെ മാറിയിരിക്കുന്നത് കണ്ടു, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം ലാബാന്റെ നേരെ മാറിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോണം, എന്റെയും നിങ്ങളുടെയും നേരെ മുഖം മറച്ചു കളയാത്ത ഒരു ദൈവമുണ്ട്. ഈ പകൽ ഓർത്തോ, അതെ, അവൻ ഇതുവരെ മുഖം മറച്ചു കളഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്നും ഞാനും നിങ്ങളും ഭൂമിയിൽ അതെ ആയിരിക്കുന്നത്. എൻ്റെ ദൈവം മുഖം മറച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവം നമ്മെ കരുതുന്നവനാ. എന്നൊരു വിഷയം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശക്തി വ്യാപരിച്ച ഒരു വിഷയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ വായിച്ച്. ഞാൻ ചുരുക്കി ഈ വിഷയം പറയാൻ പോവുക, സമയമില്ലാത്തതുകൊണ്ട്. എൻ്റെ സമയം തീരാൻ പോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഈ 40-ലധികം വയസ്സുള്ളവനായി മനുഷ്യൻ കേട്ടോ. ഇവനെ എന്തെന്നറിയോ,
ആളുകൾ ചുമന്നുകൊണ്ട് വന്ന് ദൈവാലയ ഗോപുരത്തിൻ്റെ സുന്ദരമെന്ന ഗോപുരവാതുക്കൽ പിച്ചകൾ ഉണ്ടാക്കിയതായിരിക്കാം അതിൻ്റെ വാതിലുകൾ. അപ്പം ആ ഗോപുരത്തിൻ്റെ വാതുക്കൽ കൊണ്ടുവന്ന് ഇവനെ എന്നും ഇരുത്തും. ഇവനെ ചുമന്നുകൊണ്ട് ആളുകൾ വരുന്നത്, അവരെ നമ്മളൊന്ന് സമ്മതിക്കണം. ഇത്രയും ദിവസം, ഈ ദിവസങ്ങളെല്ലാം ഇവനെ ചുമന്നുകൊണ്ട് വരാൻ. ഒരാളെ ഒരു ദിവസം ചുമന്നാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ചുമക്കും ഇല്ല. അപ്പോൾ ഈ ദിവസം കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇന്നെല്ലാം കമ്മീഷനാണല്ലോ ഏത് കാര്യത്തിൽ. ഈ നാൾ ലോകത്തുനിന്ന് നിങ്ങളുടെയൊന്നും കാര്യമല്ല, ലോകത്തിലെ കാര്യം പറയാം. അപ്പോൾ ഇവർക്കും ഇവനെ കൊണ്ടുവന്ന് എന്നും ഈ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതുക്കൽ ഇരുത്തുകയാണ്. പത്രോസ് യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് യഹൂദന്മാർക്ക് 3 മണിക്കൂർ ആ ഒരു ദിവസത്തെ പ്രാർത്ഥന. രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്, ഇങ്ങനെ 3 പ്രാർത്ഥനകളാണ്. ഇത് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവർ സ്ഥാപിച്ചെന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രാർത്ഥനകളാണ് ഇവർക്കുള്ളത്. അപ്പോൾ അങ്ങനെ 9-ാം മണി നേരത്തെ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തന. ഈ പല നിലയിൽ മുടന്തരാകുന്നവരുണ്ട്. അത് മെബീബോശത്തിനെ നമ്മൾ വായിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയാണ്. ഈ ധാത്രി എന്ന് പറഞ്ഞ നേഴ്സ് എന്ത് ചെയ്യുന്നു? പടയാളികൾ ആക്രമിക്കാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ നേഴ്സ് ഈ കുട്ടിയെ എടുത്തുകൊണ്ട്, 5 വയസ്സുള്ളവനെ എടുത്തുകൊണ്ട് ഓടിപ്പോയ വഴി വീണവൻ അങ്ങ് 2 കാലും മുടന്തായി. അങ്ങനെ അവൻ മെബീബോശത്ത് മുടന്തനായത്. അപ്പം അങ്ങനെ മുടന്ത് വരും. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ജനിച്ചപ്പോഴേ ഗർഭം മുതലേ മുടന്തായിരുന്നവനെ കൊണ്ടുവന്ന് ചുമന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നത് വായിക്കുമ്പോൾ കർത്താവ് ഈ യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പെടുന്ന ഇവനെ കണ്ടില്ലയോ? ഞാൻ വിചാരിക്കുക കണ്ടു കാണത്തില്ല. കാരണം എന്നറിയാമോ? ഈ ചുമന്നുകൊണ്ട് വരുന്നവന് യേശു വരുന്നെന്ന് അറിവ് കിട്ടുമ്പോൾ ഇവനെ എടുത്തോണ്ട് പൊക്കി വേറെ എടുത്ത് കൊണ്ടുപോകും, കാണാത്തടത്ത് കൊണ്ടുവെക്കും. കാരണം യേശു കണ്ട് ഇവനെ തൊട്ടെങ്കിൽ ഇവൻ സൗഖ്യമാകും, ഇവരുടെ കമ്മീഷൻ പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത്രയും വർഷങ്ങൾ എന്ത് ചെയ്യുന്ന സ്ഥലം യേശു വരുന്നത് കേൾക്കുമ്പോൾ അവനെ മറച്ച് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനകത്തില്ലേ ഇങ്ങനെ അവനെ അവിടെ ഇവിടെയൊക്കെ മറച്ച് വെച്ച് കാണും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കർത്താവ് വന്ന് കണ്ടെങ്കിൽ ഇവനെ എന്നെ സൗഖ്യമാക്കിയേനെ അല്ലേ? അപ്പോൾ അത് ചെയ്യുന്നു. പത്രോസ് യോഹന്നാനും വരുമ്പോൾ ഈ മുടന്തനായ മനുഷ്യനെ ചുവന്നുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന് അവൻ എന്ത് ചെയ്യുക? ഭിക്ഷ ചോദിക്കുക, വല്ലതും തരണേ. ഇവന് അവൻ്റെ വയറ്റിനുള്ളത് എന്തെങ്കിലും കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ആ താഴോട്ടുള്ള വാക്യം വായിച്ചു നോക്കിയാൽ, വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കിയെന്ന. അവന് വല്ലതും കിട്ടുന്ന, സംതിങ് ടു റിസീവ് അല്ലേ? അതാണ് അവൻ എക്സ്പെക്റ്റ് ചെയ്തത്. എന്തെങ്കിലും ഒന്ന് കിട്ടണം, സംതിങ്. ഹി വാണ്ട്സ് ടു റിസീവ് സംതിങ് ഫ്രം ദം. അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. അവനത് ചിന്തിച്ച് നോക്കണം. ഈ പത്രോസ് യോഹന്നാനും അവിടേക്ക് വരുമ്പം ഇവനെ ഒന്ന് ഉറ്റുനോക്കി വല്ലതും തരാൻ ചോദിച്ചു. സാധാരണ ഈ ദൈവാലയത്തിലേക്ക് കയറി പോകുമ്പം വഴിപാടിനു വേണ്ടിയും അതുപോലെ തന്നെ പാവങ്ങൾക്ക്, ദരിദ്രരായവർക്ക് വല്ലതും കൊടുക്കാനായിട്ട് സാധാരണ എല്ലാവരും കയ്യിൽ ചില കാശുകൾ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ നാണയം കരുതി വെക്കാറുണ്ട്. അങ്ങനെയാ ദരിദ്രർക്ക് കൊടുക്കാനും വഴിപാടിന് വേണ്ടിയുള്ള ചെറിയ സ്ഥലം അവരുടെ കയ്യിൽ പണം കാണും. ഈ പത്രോസും യോഹന്നാനും ഒന്നും പണമില്ല. അവർ ദാരിദ്ര്യത്തിൽ കൂടെ വന്നവരാണ്. കാരണം കരം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. 2 കാശ് അല്ലെങ്കിൽ കരം കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്ന കർത്താവ് ചൂണ്ടയിട്ട് പത്രോസ് നീ പോയി ചൂണ്ടയിട്ട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാ കരം ചതുരമപ്പണം കിട്ടിയത് കേട്ടോ 2 പേർക്കും. അപ്പം നിവൃത്തിയില്ലാത്ത അപ്പോസ്തലന്മാരെ. അപ്പം അവർക്ക് കൊടുക്കാനില്ല. അവൻ ചോദിച്ച് എന്തെങ്കിലും തരണ, വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ച ഇവൻ ചോദിച്ചത്. പക്ഷേ പത്രോസും യോഹന്നാനും എന്ത് പറഞ്ഞു? ഞങ്ങളുടെ കയ്യിൽ ഐ ഹാവ് എ നോ ഗോൾഡ് ആൻഡ് സിൽവർ. എൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല. ഞങ്ങളുടെ ഈ വെള്ളിയും പൊന്നും ഒന്നുമില്ല, നാണയമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. എന്താ? ആ പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാപിച്ച ആ അഭിഷേകം, ആ ശക്തി ഞങ്ങളിലുണ്ട്.
സ്തോത്രം. ഇന്ന് പകക്കാൻ ദൈവമക്കളെ, വെള്ളിയും പൊന്നുമൊന്നും ഇല്ലെങ്കിലും നമ്മളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ആ ശക്തിയാൽ ഈ ദിവസങ്ങളിൽ പല മുടന്തന്മാരൊന്ന് എഴുന്നേക്കട്ടെ. ഈ ദിവസങ്ങളിൽ ആ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ ദിവസം നമ്മൾ ആ ശക്തിയുള്ള നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനങ്ങളിൽ വിടുതൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ, നമ്മുടെ ഭവനത്തിലെ ബന്ധനങ്ങൾ അഴിക്കാൻ നമുക്ക് കഴിയണം. എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ഇന്നതാണെന്ന് പറഞ്ഞ് പത്രോസ് എന്ത് ചെയ്തു? അവനെ അത് പിടിച്ചെഴുന്നേൽപ്പിച്ചെന്ന് വായിക്കുന്നത്. അവന്റെ നാഡീ നരമ്പുകൾ ബലപ്പെട്ട സ്തോത്രം. അവൻ എന്ത് ചെയ്തു? തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓക്കെ, അവന്റെ ശരീരത്തെ ബലഹീനമാക്കിയ ആ നാഡീ നരമ്പുകളെ ബലഹീനമാക്കിയ ആ ശക്തി വിട്ടുപോയി. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനിൽ വ്യാപരിച്ചപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ചാടി എഴുന്നേറ്റ് അവർ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ ആലയത്തിൽ കടന്നു. പള്ളിക്ക് പുറത്തിരുന്നവന് പള്ളിക്ക് അകത്തു കൊണ്ടുവരുവാൻ ഈ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആ ശക്തിയാൽ മുടന്തൻ കുതിച്ചെഴുന്നേറ്റെങ്കിൽ, ഈ ദിവസം അത്ഭുതങ്ങൾ അടയാളങ്ങളും നമ്മുടെ സഭയിൽ നടക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾ നടക്കട്ടെ. ദിവസങ്ങളിൽ വേണ്ടി ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അനേകർ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാ. ഞങ്ങളുടെ ഏഴംകുളത്ത് സഭയിൽ ഒരു സഹോദരൻ നന്നായി ഒരു കുഴപ്പമില്ലാതെ നടന്ന, ഒരു കണ്ണില്ല, ആ ഒരു കണ്ണേ ഉള്ളെങ്കിലും അദ്ദേഹം LICയുടെ ഒരു സബ് ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം തൻ്റെ കന്നാലിയെ, പശുവിനെ അഴിച്ചുകൊണ്ട് പോയി ആ പശു ഒന്ന് തൊഴിച്ചതാ. ആ സഹോദരൻ ആ തൊഴിയേറ്റ് വീണു. നട്ടെല്ലിന് കേട് സംഭവിച്ച് 6-7 വർഷമായി എഴുന്നേക്കാൻ വയ്യാതെ അത് ഇരിക്കുകയാണ്. വീൽ ചെയറിൽ മറ്റും ഇരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണാൻ ചെന്നു. എനിക്ക് ഫിസിയോതെറപ്പി ചെയ്യാൻ പോലും സാമ്പത്തികമായി നിവൃത്തിയില്ലാത്ത ഒരു സഹോദരനാ. 2 കുഞ്ഞുങ്ങളാ. ഒരു മോള് തളർന്നതാ. ആ തളർന്ന മോളെ ഒരു പാവപ്പെട്ട സഹോദരൻ വന്ന വിവാഹം കഴിച്ചു. മറ്റൊരു മകളെ വേറൊരു പാവപ്പെട്ട സഹോദരൻ വിവാഹം കഴിച്ചു. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അതേ ആയിരിക്കുന്ന പലരുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കാണാൻ പോകുന്നുണ്ട്. പറയസറും ആ പ്രിയ സഹോദരനെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ എഴുന്നേക്കാൻ വയ്യാതെ, നടക്കാൻ വയ്യാതെ എത്രയോ പ്രിയപ്പെട്ടവർ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. ഓർത്ത് നമ്മെ ആരോഗ്യത്തോടെ നടത്തുമ്പോൾ, സൗഖ്യത്തോടെ നടത്തുമ്പോൾ ദൈവത്തിന് വളരെ നന്ദി പറയാൻ കഴിയണം. നമുക്ക് ഭൗതികമായ നന്മ ദൈവം നൽകി നമ്മെ നടത്തുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ കഴിയണം. നമ്മെ കുതിച്ചെഴുന്നേൽപ്പിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ ശക്തി എത്ര വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും കടപ്പെട്ടവരാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ആ ശക്തിയെ മുന്നേറാം. നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന കർത്താവിൻ്റെ ശക്തി, അവന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഇനി 6-ാം അധ്യായം 10-ാം വാക്യം ഞാൻ തുടർന്ന് അല്പം വിശദമായി ദൈവം തരുന്ന അവസരങ്ങൾ തരുന്ന പോലെ നിങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കാം. എളിവനാകുന്ന എന്നെ ഓർത്ത്, എൻ്റെ യാത്രയോർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. മറ്റു 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വന്നില്ലെങ്കിൽ വീണ്ടും കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.